പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് കാലം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു ദിനങ്ങളാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഓരോ വിശ്വാസി നോയമ്പിൽ അവനെ തന്നെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവൻ ശുദ്ധി പ്രാപിക്കുന്ന ഒരു ദിവസമാണ് നോയമ്പ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വലിയ നോയമ്പിലേക്ക് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ദൈവം ശക്തി നൽകുമ്പോൾ നമ്മൾ നോയമ്പ് അത് അനുസരിച്ച് നമ്മൾ ജീവിക്കും. പക്ഷേ ദൈവശക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വചനഭാഗം 25-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് എടുത്തിരിക്കുന്നത്. കർത്താവ് നല്ലവനും നീതിമാനാണ്, പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നല്ലവനാണ്, പക്ഷെ അതേ സമയത്ത് പാപികൾക്ക് കർത്താവ് ഒരു സത്യത്തിന് വഴി ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ഇടയിലുള്ളത്. നമ്മളപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കർത്താവ് നല്ലവനായതുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാനും നന്മ പ്രവർത്തിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. അതായത് ദൈവം ആരാണെന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കി, ദൈവം സർവശക്തിമാനാണ്, സർവശ്രേഷ്ഠനാണ്, ശക്തിയുള്ള പിതാവാണ്, സ്വർഗീയ പിതാവാണ്, ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ദൈവം ആരാണ്? നല്ലവനാണ്. അപ്പം ഇതിന് ഉത്തരം ഇത് നൽകണം. ഞാൻ ദൈവത്തെ പോലെ നല്ലവനായി തീരണം. നമ്മൾ മനസ്സിലാക്കണം, പാപികളെ സത്യത്തിൻ്റെ മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും പാപികളാണ്. നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ പാപങ്ങളും അപരാധങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ പാപികൾക്ക് സത്യത്തിൻ്റെ മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കണം, എന്തായിരിക്കും ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം? ആദ്യം നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു. ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യം ഉള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ അല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്തിനാ നീതിമാന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വചനത്തിൽ പറഞ്ഞു ആരാണ് നീതിമാൻ നമ്മൾ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ കാൽവരി യാത്രയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു നീതിമാൻ ആരാണെന്ന്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞു, നീതിമാന്മാർക്ക് വേണ്ടി അല്ല ഞാൻ വന്നിരിക്കുന്നത്, പാപികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു പാപി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ആദ്യമേ കുമ്പസാരിക്കണം, രണ്ടാമത്തെ അവൻ പ്രാർത്ഥിക്കണം, മൂന്നാമത്തെ അവൻ ദൈവത്തെ പോലെ ചിന്തിക്കാനും ദൈവത്തെ പോലെ പ്രവർത്തിക്കാനും ദൈവനാമത്തിൽ അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അവൻ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. നമ്മളൊരു 4-5 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. എന്താണെന്ന് കർത്താവിൻ്റെ കുറിച്ച് നമ്മൾ പറയാം. ഈ ഒരു സുവിശേഷം, അത് സുവിശേഷമല്ല, സങ്കീർത്തനത്തിൽ നമ്മൾ 5 കാര്യങ്ങൾ, ഒരു വാക്യത്തിൽ 5 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1, ദൈവം നല്ലവനാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പാപങ്ങൾ കാണുമ്പോൾ ദൈവം നമ്മളോട് ദേഷ്യപ്പെടുകയോ നമ്മളോട് പ്രതികാരം ചെയ്യുന്നില്ല. നമ്മുടെ പാപങ്ങൾ കാണുമ്പോൾ ദൈവം ക്ഷമയോടെ നമുക്ക് സമയം തരികയാണ് ചെയ്യുന്നത്, ഈ പാപത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി. മനസ്സിലാക്കുക, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ടീച്ചർ അപ്പം തന്നെ അടിക്കും, അപ്പം തന്നെ ശിക്ഷ ഉണ്ട്. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം തന്നെ ശിക്ഷയില്ല, ആ സമയം നമുക്ക് ശിക്ഷയില്ല. കർത്താവ് ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ. രണ്ടാമത്തെ കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി ഈ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ഒരു വഴി കാണിച്ചു തരികയാണ്. അതായത് കർത്താവിൻ്റെ വഴി ഇത് നല്ലതും സത്യവും ന്യായമുള്ളതാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ മൂന്നാമത്തത് മനസ്സിലാക്കുക, ദൈവം ഏറ്റവും അധികം മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പാപമുണ്ട്, നമ്മളെല്ലാവരും പാപത്തെ സ്നേഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമുണ്ടെങ്കിൽ ദൈവം ഈ പാപത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരം തരികയാണ് ഈ പാപത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന 25-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടിക്കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ കാര്യം,
പാപികൾക്ക് കർത്താവ് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയോ? തെറ്റായ വഴിയിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും അവസരം കൊടുക്കുന്നുണ്ട്. ധൂർത്തപുത്രനെ വീണ്ടും കർത്താവ് സ്വീകരിച്ചു. അവനെല്ലാം കൊണ്ട് നശിപ്പിച്ചു. നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നമ്മുടെ പാപം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നവരാണ്. അപ്പോൾ ധൂർത്തപുത്രൻ്റെ കഥയിൽ അവനെല്ലാം കൊണ്ട് നശിപ്പിച്ചു. പക്ഷെ അവൻ ദൈവാശ്രയത്തിൽ അവൻ തിരിച്ചു വന്നു. അടുത്തതായി നമുക്ക് മനസ്സിലാക്കണം, കർത്താവ് പറയുന്നതേ ഉള്ളൂ, പാപമില്ലാതെ ജീവിച്ചാൽ ഒരു ക്രിസ്തീയ ജീവിതം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു ജീവിതമായി മാറും എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമുക്ക് കർത്താവിലേക്ക് ചേർന്നിരിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ എൻ്റെ മേൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ.